ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മകൻ അബ്ദുൽ സലാം ഹനിയ. ഹമാസ് തലവന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തള്ളുന്നതാണ് മകന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയയെ ഗസ്റ്റ് ഹൌസിലെ സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് ഹനിയ ബോംബ് സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് മകൻ അബ്ദുൽ സലാം. അദ്ദേഹത്തിന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത മിസൈലിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ തലയ്ക്ക് സമീപം വെച്ചതിനാൽ മിസൈൽ നേരിട്ട് അവിടെ വന്ന് പതിക്കുകയായിരുന്നു. ഒരുപക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം നടന്നിരുന്നതെങ്കിൽ ബോഡി ഗാർഡും മറ്റു ഉദ്യോഗസ്ഥരും താമസിച്ചിരുന്ന തൊട്ടടുത്ത മുറിയും കൂടി സ്ഫോടനത്തിൽ തകരുമായിരുന്നു. എന്നാൽ അത് ടാർഗറ്റഡ് മിസൈൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കൂടാതെ ഒരു ഔദ്യോഗിക പരിപാടിയായതിനാൽ അദ്ദേഹം മൊബൈൽ ഫോണും കയ്യിൽ കരുതിയിരുന്നു. അത് അവരുടെ ഓപ്പറേഷൻ എളുപ്പമാക്കിയെന്നും അൽ അറേബ്യൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അബ്ദുൽ സലാം ഹനിയ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിലെ താമസത്തിനിടെയാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ടെഹ്റാൻ സന്ദർശിക്കുന്ന വേളയിൽ ഹനിയെ സ്ഥിരമായി ഈ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. ഹനിയെ കൊല്ലപ്പെട്ട് 1 മാസം പിന്നിട്ടിട്ടും മരണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിനാൽ ഏത് വിധേനയും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇസ്രായേൽ കഴിഞ്ഞ മാസം കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ഹമാസ് സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ബ് ജീവനോടെയുണ്ടെന്ന് ഹമാസിലെ മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു.